സാറേ, അതെ, നിങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വേണ്ട. അതിവിടെ സെയിൽസ് ആവുന്നില്ല. എല്ലാവരും രോജാച്ചാറ് വേണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കമ്പനി അച്ചാർ സെയിൽസ് ആവുന്നില്ല. ഞാൻ പറഞ്ഞില്ല സെയിൽസ് ആവുന്നില്ലാന്ന്. എല്ലാവരും രോജാച്ചാറ് വേണമെന്നാണ് ചോദിക്കുന്നത്. കൊണ്ടുപോകണേ, ഞങ്ങളതൊക്കെ എന്ത് ചെയ്യാനാ? എടുത്തോണ്ട് വന്നിരിക്കുന്നു. നല്ല കഥയാണല്ലോ. റോജാച്ചാറ് ഇത്ര വർഷമായിട്ട് ഞാൻ ഫീൽഡിലുണ്ട്. ഇന്നലെ വന്ന അവൻ എന്റെ അടുത്ത് അവൻ കളിക്കാൻ പാടില്ല. അവന്റെ കുടുംബത്തെ തന്നെ നാശം ചെയ്യണം. വരാൻ പറയാവനെ. 5 ലക്ഷമോ 10 ലക്ഷമോ എത്ര വേണമെങ്കിൽ ചോദിക്ക്. എന്തിന്? റോജ എന്ന് പറയുന്നത് നിന്റെ കമ്പനി ഇരിക്കാൻ പാടില്ല. അതാ. നിങ്ങൾ എത്ര ലക്ഷം തന്നാലും ഞാൻ എന്റെ കമ്പനി മൂടില്ല. നന്നായിട്ട് ചിന്തിച്ചു നോക്ക്. എന്റെ കമ്പനി 116 പേര് ജോലി ചെയ്യുന്നുണ്ട്. ആൾ ഓവർ കേരളം മൊത്തം ഞങ്ങളുടെ ബ്രാഞ്ചസ് ഉണ്ട്. ഇത്ര ഉണ്ടായിട്ടും ഞങ്ങളെ കൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ളപ്പോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവര് എന്ത് ചെയ്യാൻ പറ്റും? 100-110 ആളൊക്കെ ജോലിക്ക് വെച്ചിട്ടുണ്ടല്ലോ. കേരളം മൊത്തം ബ്രാഞ്ചില് നിങ്ങളുടെ കമ്പനിക്ക് തന്നെ എന്റെ കമ്പനി കണ്ട പേടിയാണെങ്കിൽ ഇതിനൊക്കെ കാരണക്കാരാരെന്നറിയോ? ഞങ്ങൾക്ക് എല്ലാവർക്കും നെടുംതൂണ നിൽക്കുന്ന ഞങ്ങളുടെ ചേട്ടനാ. ആ ചേട്ടൻ ഉള്ളിടത്തോളം കാലം കേരളം മാത്രമല്ല, ഈ ഇന്ത്യ മുഴുവൻ അച്ചാർ വിൽക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട്. അല്ല മുത്തശ്ശ, പനി ഒരുപാട് കൂടുതലാണല്ലോ. ഇന്നലെ വരാതെ ഇന്ന് വന്നിരിക്കുന്നു. ഇന്നലെ വരേണ്ടതായിരുന്നു. കയ്യില് കാശുണ്ടായില്ല ഡോക്ടറെ. ഞാൻ കാശിന് വേണ്ടി ക്ലിനിക് നടത്തുന്നേ. ഒന്നിനെ കൊണ്ട് പേടിക്കണ്ട. ഈ ഗുളിക കഴിക്കുക, എല്ലാം ശരിയായിരിക്കും. നോക്ക്, എന്റെ അനുജനില്ലേ, അവൻ നല്ല കൈപ്പുണ്യുള്ള ഡോക്ടറാ, നല്ല ഐശ്വര്യമുള്ളവനാ. നിങ്ങളുടെ എല്ലാവരുടെയും അസുഖം അവൻ മാറ്റും. നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. എന്റെ അനിയന്റെ കൂടെ തന്നെ ഇരുന്ന് വരുന്ന ആൾക്കാരെ നല്ലപോലെ ശ്രദ്ധിക്കണം. ശരി ചേട്ടാ. നമ്മുടെ ഗ്രാമത്തിലുള്ള ലക്ഷ്മി ദേവി ക്ഷേത്രത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അമ്പലത്തിന്റെ പണി കഴിഞ്ഞതിന് ശേഷം ഒരിത്തിരി ചുണ്ണാമ്പ് പോലും അടിച്ചിട്ടില്ല. നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൂടി ചേർന്ന് കുറച്ച് പണം സ്വരൂപിച്ച് അമ്പലമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇപ്രാവശ്യത്തെ കുംഭാഭിഷേകത്തിന് എല്ലാ ഗ്രാമത്തിലും പോയി അറിയിച്ചിട്ട് കുംഭാഭിഷേകം ഗംഭീരമായിട്ട് നടത്തണമെന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിൽ നിന്നും സംഭാവന വാങ്ങിക്കാൻ വേണ്ടി ഒരു സത്യസന്ധമായ ഒരാൾ വേണം. അദ്ദേഹം 4 പേരറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി നല്ലൊരാളായിരിക്കണം. ആ ജോലിക്ക് നമ്മുടെ ശങ്കർ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് ആ ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ വേണം. ഞാൻ ഇതോടുകൂടി ഇത് നിർത്തുകയാണ്. എന്താടോ പരമേശ്വര, പെട്ടെന്ന് ഈ സൈഡൊക്കെ എന്താ വന്നേക്കുന്ന? എന്ത് ചെയ്യാനാ, എന്തൊക്കെ ചെയ്താൽ ഈ മുടി വളരുന്നില്ലല്ലോ. അതിനുവേണ്ടി ഡോക്ടറെ കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഇത് പൊഴിയത്തേ ഇല്ല. നിന്റെ ഈ ചീപ്പിനെ ഈ വശത്തെങ്ങനെ ഞാൻ ഇനി കണ്ടാൽ കൈവെട്ടിക്കളഞ്ഞ. അയ്യോ, എന്താ ചേട്ടാ, എന്താ പറ്റിയേ? ഒരു ചെറിയ കൊച്ചിന്റെ നഖം കടിച്ചു പോയി. ചെറിയ കൊച്ചിന്റെ നഖം കടിച്ചത് ഇങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല ചേട്ടാ. ആ കൊച്ചിന്റെ നഖം കടിച്ചോ അത് നാട്ടുകാര് മുഴുവനും. അവരെല്ലാരും എന്നെ പോസ്റ്റ് കമ്പത്തിൽ കെട്ടിവെച്ച് കയ്യിൽ കിട്ടുന്നതെല്ലാം കൊണ്ടതന്നെ അടിച്ചു വഴിയാക്കി. ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ലായിരുന്നു. അത് നിങ്ങൾക്കറിയുന്നു, പക്ഷെ അവന്മാർക്കത് മനസ്സിലായില്ല ചേട്ടാ. ഡോക്ടർ അകത്തുണ്ടോ? ഇല്ല, വന്നിട്ടില്ല.
5 മണിക്ക് വരേണ്ട ഡോക്ടർ 5:30 എത്തിയിട്ടില്ല. സമയത്തിന് വിലയില്ലേ? ഡോക്ടർ ഇപ്പൊ ഇനി വരും. ഉം, ഉം. അല്ല നിങ്ങള് ഞാനോ? ഡോക്ടർക്ക് വേണ്ടപ്പെട്ട. ഓ ഡോക്ടറായിരുന്നോ? ആഹാ, ഡോക്ടറല്ല. ഡോക്ടർ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. മനസ്സിലായോ? ഉം. അതിരിക്കട്ടെ, ഡോക്ടർക്ക് ഒരു ചേട്ടനുണ്ടല്ലോ, ആളെങ്ങനെയാ? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ? അല്ല, ആ വീട്ടിലുള്ളവർക്കൊക്കെ അവരെ ഭയങ്കര പേടിയാണെന്ന് കേട്ടു. എന്റെ അടുത്ത് വരട്ടെ. വന്നാൽ എന്ത് ചെയ്യും? കല്യാണം കഴിഞ്ഞ് 5-8 പിള്ളേരെ പ്രസവിച്ച് കയ്യിൽ കൊടുത്താ അവർ അതിന് താലോചിച്ചിരുന്നോളില്ലേ. പിന്നെ എന്തിനാ പേടിക്കുന്നേ? ശരി. അകത്ത് എത്ര രോഗികളുണ്ട്? കുറച്ചു പേരുണ്ട്. ഫോളോ മീ. ഇതാണ് അവരുടെ ക്ലിനിക്ക്. അയ്യോ, ഇവർ സിറ്റിയിൽ എങ്ങാനും ക്ലിനിക്ക് വെച്ചാ അപ്പൊ എങ്ങനെയുണ്ടാവും? എന്ത് ചെയ്യാനാ? ഗ്രാമത്തിലാണ് ജീവിക്കാൻ വിധിയെങ്കിൽ പിന്നെ ആർക്കത് മാറ്റാൻ കഴിയും? എല്ലാം എന്റെ വിധി. എന്താ പറഞ്ഞു? ആ, എന്റെ കഥയാ, വളരെ ശോക കഥ. അല്ല ഇതെന്താ കട പോവുകയാണോ? ആഹാ, ഞാൻ വന്നത് പറയാൻ നിങ്ങൾ മറന്നു പോയാലോ? അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാ ഇതൊക്കെ ആരാ ചെയ്തെന്ന് അവർ ചിന്തിക്കില്ലേ? അപ്പൊ നിങ്ങൾക്കും ഞാൻ ഇവിടെ വന്നു പോയത് ഓർമ്മ വരും. എനിക്ക് ആരും വിശ്വാസില്ല. ആ പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിരുന്നെന്ന് പറയണം. എന്താ ചുമയുണ്ടോ? നിങ്ങളോടൊപ്പം ഡോക്ടർ ഉണ്ടായിട്ട് ഒരു ടോണിക്കോ ഗുളികയോ തരാൻ അവർക്ക് ഇതുവരെ തോന്നിയില്ലേ? ശരിക്കും പിശുക്കനയാൾ. ഇത് 6 കഷ്ണങ്ങളാക്കി 2 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഓക്കെ? കുട്ടിയുടെ പേര്? ഈ ലോകത്തിലെ വിശ്വസുന്ദരി ക്ലിയോപാട്രയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ദാ ഇങ്ങോട്ട് നോക്ക്, അതാണ് ഈ ഞാൻ. ബൈ. അമ്മൂമ്മേ, ക്ഷേത്രത്തിലെ കാശ് ടൗണിലെ ബാങ്കിൽ കൊണ്ട് അടച്ചിട്ട് വരാം. ശരി മോനെ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നാട്ടുകാരുടെ പൈസയൊക്കെ ശങ്കരെടുത്തെന്ന് പറഞ്ഞ നീ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടു. ഇൻസ്പെക്ടർ ആരാ നിനക്കറിയാലോ? അവന്റെ അനിയനാ. അനിയൻ ചേട്ടനെ അറസ്റ്റ് ചെയ്ത് റോഡിൽ വലിച്ചോണ്ട് പോകണം. അത് ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കാണണം. അമ്മവ ഗുഡ് പ്ലാൻ. നോ സർ, അവരങ്ങനെ ചെയ്യുന്ന ഒരാളല്ല സർ. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കണോ അതോ നാട്ടുകാർ പറയുന്നത് വിശ്വസിക്കണോ? നാട്ടുകാരുടെ പണമൊക്കെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് നാട്ടുകാരെ കംപ്ലൈന്റ് തന്നിട്ടുള്ളത്. ചെന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ. 6000 പേരിട്ടിരിക്കുന്ന ഈ കാക്കി ഡ്രസ്സിൽ പോലീസ് എന്ന 3 അക്ഷരത്തിന് അഭിമാനമായി നീ മുന്നിലുണ്ടാവണം. അതാണ് എന്റെ ആഗ്രഹം. ചേട്ടൻ, അനിയൻ, സ്വന്തം ബന്ധം ഇതെല്ലാം മറന്ന് തെറ്റ് ചെയ്ത് സ്വന്തം വീട്ടുകാരായാലും ശരി, ഒരു ദയയും കൂടാതെ നീ അവരെ ശിക്ഷിച്ചിരിക്കണം. അതാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നീ കൊടുക്കുന്ന ബഹുമാനം. എന്താ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? എത്രയും പെട്ടെന്ന് പോയി അറസ്റ്റ് ചെയ്യ. ഓക്കെ സർ. ഇനി എത്ര നാളത്തേക്കാണ് ഈ പണം കളവുപോയതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നത് ശങ്കര? നമുക്കൊരു വഴി കാണിച്ചു തരുന്നേ. ആ ദൈവം നമ്മളെ കൈവിടൂലടാ. അതെ, നീ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, ധൈര്യമായിട്ടിരിക്കടാ. ശങ്കർ ചേട്ടാ, നിങ്ങൾ അമ്പലക്കാശ് മോഷ്ടിച്ചോന്ന് പോലീസിനോട് ആരോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അനിയൻ തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്.
മനുഷ്യനായിട്ട് ജനിച്ച ഓരോരുത്തർക്കും മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ മനസാക്ഷിയുള്ള ഒരുത്തൻ പോലും എന്റെ ഏട്ടൻ കള്ളനാണെന്ന് പറയില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്തൊരു നിരപരാധിയെ ശിക്ഷിക്കുന്നത് അതിലും വലിയൊരു തെറ്റാണ്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഏട്ടനെ അറസ്റ്റ് ചെയ്താലേ ഈ ജോലി എനിക്കുണ്ടാവുള്ളൂ എങ്കിൽ എനിക്ക് ഈ ജോലി വേണ്ട ഏട്ടാ. നിങ്ങളെക്കാൾ വലുതല്ല എനിക്ക് ഈ ജോലി. എനിക്ക് നിങ്ങളാണ് വേണ്ടത്. നിങ്ങൾ മാത്രം.